ഹായ് ഫ്രണ്ട്സ്, ഓഫ് റോഡ് ജീപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു 97 മോഡൽ ജിപ്സിയാണ്. ഇതൊരു 1.3 കാർബറേറ്റർ ടൈപ്പ് എഞ്ചിനാണ്. ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് വണ്ടിയാണ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഈ വണ്ടിയെ പരിചയപ്പെടാം. പതിവ് പോലെ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബോൾഡ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഓഫ് റോഡ് കസ്റ്റം ബമ്പറാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബമ്പറിന് നടുവിലായി നമ്പർ പ്ലേറ്റും അതിന് മുകളിലായി വിഞ്ചിൻ്റെ റോഡർ പ്ലേറ്റും കൊടുത്തിരിക്കുന്നു. നമ്പർ പ്ലേറ്റിന് ഇരുവശത്തുമായി ബമ്പറിൽ തന്നെ 2 LED ഫോഗ് ലാമ്പുകൾ കൊടുത്തിരിക്കുന്നു. കൂടാതെ കോർണർ വിസിബിലിറ്റി കിട്ടാനായി ബമ്പറിൻ്റെ 2 കോർണറിലും ഓരോ LED സ്ട്രിപ്പുകളും കൊടുത്തിരിക്കുന്നു. ബുള്ളറ്റിലെ ക്രാഷ് ഗാർഡും സൈലൻസറും റോപ്പിൽ ചുറ്റിയെടുക്കുന്നത് പോലെ ഇതിൻ്റെ ഫ്രണ്ട് ബുൾബാറും കംപ്ലീറ്റായി റോപ്പിൽ ചുറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിലെ ഗ്രില്ല് ചേഞ്ച് ചെയ്ത് ഒരു മെഷ് ടൈപ്പ് ഗ്രില്ലാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രില്ലിന് നടുവിലായി ജീപ്പ് എന്ന എംബ്ലവും കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് ബമ്പറിൽ ലെഫ്റ്റ് കോർണറിലായി ഒരു ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റുകളാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫുട് സ്റ്റെപ്പുകൾക്ക് പകരമായി ഒരു റോക്ക് സ്ലൈഡർ കൊടുത്തിരിക്കുന്നു. ഒരു കസ്റ്റം മെറ്റൽ ഫെൻഡർ ഫ്ലെയേഴ്സ് ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇഞ്ച് അലോയ് വീൽസും അതേപോലെ ഓൾ ടെറൈൻ ടയേഴ്സുകളുമാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ടയറിൻ്റെ സൈസ് 215/75 R15 ആണ്. മാരുതി 800 ക്യാബിൻ്റെ ബാക്ക് അതേപോലെ കട്ട് ചെയ്ത് ഈ വാഹനത്തിൽ കയറ്റിയിട്ടാണ് ഇതിലൊരു റാലി ക്യാബിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാബിൻ്റെ പുറകിലായി തീർത്തും ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഹിഡൻ സ്റ്റോറേജ് സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ സ്റ്റെപ്പിനി വീലിന് നടുവിലായി റിവേഴ്സ് ഗിയറിനായി ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ബമ്പറിലും ഒരു ആൻറ്റിന സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലൊരു സൺറൂഫ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു സ്കോഡ ഒക്ടാവിയയിൽ നിന്ന് എടുത്ത് ഫിറ്റ് ചെയ്ത ഒരു ഇലക്ട്രോണിക് സൺറൂഫാണ്. ഈ സൺറൂഫിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗം ഒന്ന് പരിചയപ്പെടാം. ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയ 2 ബക്കറ്റ് സെറ്റുകളാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. മോമോയുടെ ഒരു കോപ്പി സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പെഡലുകളെല്ലാം തന്നെ സ്പാർക്കോയുടെ യൂസ് ചെയ്തിരിക്കുന്നു. ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അഡീഷണൽ ലൈറ്റുകളെല്ലാം സ്വിച്ചുകളാണ് ഈ കാണുന്നത്. മീറ്റർ കൺസോളിൽ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ടെമ്പറേച്ചർ ഗേജ്, ഫ്യൂൽ ഗേജ് എന്നിവ കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇൻഡിക്കേഷൻ ആൻഡ് വാർണിംഗ് ലൈറ്റുകളും ഈ മീറ്റർ കൺസോളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം കൂടി ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റിനായി ഒരു കെൻവുഡിൻ്റെ സ്റ്റീരിയോ സിസ്റ്റവും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പീക്കറുകൾ രണ്ടും ഡോർ പാഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിലൊരു മൈക്രോഫോൺ വിത്ത് അലാം സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് ഇതിൻ്റെ ഓണറായ ടുട്ട് തന്നെ നമുക്ക് വിശദീകരിച്ച് തരുന്നതാണ്. ഓഡിയോ കൺട്രോൾ സിസ്റ്റം. ഇതിനകത്ത് ഇപ്പം മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സൈറൻ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണേൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വോയിസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ റെക്കോർഡ് ചെയ്ത് ആവശ്യമുള്ള പറഞ്ഞു വെച്ചിട്ട് അതിനുശേഷം അത് റീപ്ലേ ചെയ്യാൻ പറ്റും. റീപ്ലേ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇത് വരും. ഇതിനകത്ത് ഫയറുണ്ട്. ഫയർ ഇത് വരും. അലാറാണ്
ഓളിയം ഇപ്പുറത്തല്ലേ? ഓടിയം ഇവിടെയാണ് ഓളിയം കൺട്രോൾ വരുന്നത്. ഇതിന് ഓൺ ഓഫ് അല്ല, ഓൺ ഓഫ് ഇങ്ങനെ വരും. പിന്നെ അതിൻ്റെ അകത്ത് തന്നെയാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. മൈക്ക് ലൗഡ് സ്പീക്കർ. ഈ വാഹനത്തിൻ്റെ കോ ഡ്രൈവർ സീറ്റിന് മുമ്പിലായി ഡാഷ്ബോർഡിൽ തന്നെ ഒരു എക്സ്ട്രാ മീറ്റർ കൂടി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൽ ഓയിൽ പ്രഷർ, ഓയിൽ ടെമ്പറേച്ചർ, അതേപോലെ റേഡിയേറ്റർ വാട്ടർ ടെമ്പറേച്ചർ, RPM എന്നിവ കാണിക്കുന്നു. ഡാഷ്ബോർഡിലായി ഒരു ഡിജിറ്റൽ ക്ലോക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡിലായി ഒരു 12 വോൾട്ട് സോക്കറ്റും കൊടുത്തിരിക്കുന്നു. സെൻറ്റർ മിററിന് മുകളിലായി ഒരു ക്യാബിൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ജിപ്സിയുടെ നോർമലായ 5+1 ട്രാൻസ്മിഷൻ തന്നെയാണ് ഈ വാഹനത്തിലുള്ളത്. ജിപ്സിയുടെ 4 വീൽ എൻഗേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മുമ്പൊരു വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു പാറ്റേൺ മാത്രം കാണിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസ് കൂടി അറിയാം. ഇതിലൊരു 1.3 ലിറ്റർ 8 വാൽവ് കാർബറേറ്റഡ് എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന മാക്സിമം പവർ 60 bhpയും അതേപോലെ ടോർക്ക് 100 Nm ടോർക്കുമാണ്. K&Nൻ്റെ ഒരു എയർ ഫിൽറ്ററാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പരിചയപ്പെടുത്തിയ മൈക്രോഫോണിൻ്റെ ലൗഡ് സ്പീക്കറാണ് ഈ കാണുന്നത്. ഈ വാഹനത്തിൻ്റെ മുൻപിൽ ഡിസ്ക് ബ്രേക്കിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ബൂസ്റ്ററും ഫ്ലൂയിഡ് ടാങ്കുമാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത്. ബൂസ്റ്ററിന് ഇടതുവശത്തായിട്ടാണ് ബാറ്ററിയുടെ പൊസിഷൻ. ഈ കാണുന്നതാണ് വൈപ്പറിൻ്റെ ഡിസ്പെൻസർ. അതേപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് റേഡിയേറ്ററിൻ്റെ റിസർവ് ടാങ്ക്. കോയോയുടെ ഒരു പവർ സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഈ കറുപ്പ് നിറത്തിൽ കാണുന്നതാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് ടാങ്ക്. പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിന് താഴത്തെ AC-യുടെ കംപ്രസർ കാണാൻ സാധിക്കും. അംബാസഡറിൻ്റെ പാർട്സാണ് ഇതിൽ AC കയറ്റുവാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ആയിരുന്നു ഈ വാഹനത്തിന് ആദ്യം നൽകിയിരുന്നത്. നിലവിൽ അത് കട്ട് ചെയ്ത് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ ഒരു മഞ്ഞ സ്റ്റിക്കറിൽ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടോർ. സമീപത്തായി അതിൻ്റെ സോളിനോയിഡും കൊടുത്തിരിക്കുന്നു. ഈ വീഡിയോയിൽ കാണുന്നതാണ് ഈ വാഹനത്തിൻ്റെ ആൾട്ടർനേറ്റർ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും ഇഗ്നിഷൻ കോയിലും എല്ലാം. നമ്മുടെ ജിപ്സിയുടെ ഓണർ ടുട്ടു എന്ന് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ടുട്ടുവിനോട് ചോദിക്കാം ഈ വണ്ടിക്ക് എത്ര രൂപ ചിലവായെന്നും അതുപോലെ ഈ വണ്ടിയുടെ പണികൾ എവിടെ നിന്നാണ് ചെയ്തതെന്നും. വണ്ടിയുടെ പണിയെടുത്തത് കോയമ്പത്തൂരിൽ നിന്നാണ്. കോയമ്പത്തൂർ റോജോട്ടേക്ക് നിന്നാണ് പണിയെടുത്തത്. പിന്നെ അതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ളൊരു കോസ്റ്റ് വന്നിരിക്കുന്നത് ഒരു 2.5 to 3 lakhs ഞങ്ങൾ ഇതിനകത്ത് മുടക്കിയിട്ടുണ്ട്. വണ്ടി ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി എടുത്തത് ആദ്യം. അന്നേരം ഒരു വൈറ്റ് വണ്ടിയായിരുന്നു. അതിനുശേഷം അത് ബ്ലൂ കളറായി പണിയെടുത്തു. അതിനുശേഷം പിന്നെയും ഓൾട്ടർ ചെയ്ത് റെഡാക്കി. അപ്പം ടോട്ടൽ കോസ്റ്റ് ഒരു 2.5 lakhs ഇതിനെനിക്ക് മുടക്ക് വന്നിട്ടുണ്ട്. 97 വണ്ടിയാണ്. 97 വണ്ടിയിൽ അതിൻ്റെ കാർബറേറ്റർ ടൈപ്പ് എഞ്ചിനാണ്. പിന്നെ ബാക്കി AC, പവർ സ്റ്റിയറിങ്, സൺറൂഫ് ഇതെല്ലാം ചെയ്തതാണ്. പിന്നെ ബാക്കിൽ മാരുതി 800ൻ്റെ ബാക്ക് അതേപോലെ കട്ട് ചെയ്ത് കയറ്റിയതാണ്. 2 സീറ്ററാണ് വണ്ടി. പർപ്പസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓഫ് റോഡ് പർപ്പസ് തന്നെയാണ്. ഈ ഫ്ലഡിലും പിന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മലയ്ക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, പറമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാണ് ഈ വണ്ടി. ഓക്കെ, താങ്ക് യു. യോ വെൽക്കം. ഇനി നമുക്ക് ഇവൻ്റെ കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസ് കാണാം.